ുമ്പോൾ ഈ പാറിൻ്റെ ഇവിടെ വെച്ചിട്ട് അവർ ലെപ്പേർഡ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ പാറിലായിരിക്കും കൂടുതൽ അവർ കിടക്കാറ്. ഈ വെള്ളം നിന്ന സ്ഥലം നോക്കി, ഇത് കണ്ടോ നിങ്ങൾ, ഒരു വര ഇങ്ങനെ പോകുന്ന ഇതിലൂടെ ഒക്കെ ഒരു അത്രയും ദൂരം വെള്ളം ഉണ്ടായിരുന്നു. അത്ര 1 കിലോ വെയിറ്റ് വരുന്ന മീനാണ് കേട്ടത്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ? ബേർഡ്സിന്റെ സൗണ്ടാണ്, ഞാൻ പേടിച്ചു പോയി. കാട്ടിലൂടെ പോയിട്ട് മീൻ പിടിക്കുന്ന പരിപാടി ഭയങ്കര അഡ്വഞ്ചറാണേ. തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാത്തത് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു അടിപൊളി സ്ഥലത്തിലോട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. സംഗതി, ഞാൻ ഇന്നുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ മേട്ടൂർ ഡാമിൻ്റെ അവിടെ പോയിട്ട് ഒരു കാട്ടിലൂടെ യാത്ര ചെയ്ത് പോയി ഒരു മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ടോ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും. എന്നാൽ മീൻ പിടിക്കുന്നത് മാത്രമാണോ സ്പെഷ്യൽ ചോദിച്ചാൽ അതല്ല. കരടിയും പുള്ളിപ്പുലിയും ഒക്കെ വരുന്ന ഒരു കാട്ടിലൂടെ യാത്ര ചെയ്ത് പോയിട്ട് വേണം ഈ മീൻ പിടിക്കുന്ന സ്പോട്ടിൽ എത്തിപ്പെടാൻ കേട്ടോ ഫ്രണ്ട്സ്. പോകുന്ന വഴി കാട്ടിലൂടെ ഇതുപോലുള്ള ഓഫ് റോഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഫ്രണ്ട്സ് പോകാൻ. അതുകൊണ്ട് തന്നെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. എന്നാൽ ത്രില്ലിങ്ങിനും ഒരു കുറവുണ്ടായിരിക്കില്ല കേട്ടോ. സാധാരണ ഒരു മീൻ പിടിക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ ഇത് കാട്ടിലൂടെ പോയിട്ടാണ് സംഭവം എന്ന് കേട്ടപ്പോൾ എനിക്കാകെ എക്സൈറ്റ്മെന്റ് ആയി. ശരിക്കും വീഡിയോ ചെയ്യേണ്ടെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പക്ഷെ സ്ഥലവും കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നി. എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനി ട്രെക്കിംഗ് ചെയ്ത് വേണം കേട്ടോ പോവാൻ കാട്ടിലൂടെ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഫ്രണ്ട്സ്. അതാ ഇത് പറയാൻ മറന്നുപോയി. വെൽക്കം ടു കെൽട്ടൻ മല്ലു ട്രെക്കർ. സൂപ്പറായിരിക്കും ഏരിയ. അതായത് ഈ കാണുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ, കരടിയും സംടൈംസ് പുള്ളിപ്പുള്ളിയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അത് ലെപ്പേർഡും കരടിയൊക്കെ വരുന്ന സ്ഥലമാണിത്. ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാൻ വരാനുള്ള കാരണം ഇതാണ്. ഇതൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു റോഡും അടർന്ന വനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമായത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കടന്ന് ഉറങ്ങിയേനെ. എൻ്റെ ഫ്രണ്ടിലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ അമ്മോ എന്ത് പൊളിയാണെന്ന് അറിയത്. വന്നത് അതുപോലെ ഒരു സ്ഥലത്തേക്ക് എത്തിയേ. ഇനി ഇതിന്റെ ഉള്ളിൽ കൂടെ ഒരു 1/2 കിലോമീറ്റർ നടന്നു വേണം കേട്ടോ പോകാൻ ഈ കാട്ടിൻ്റെ ഉള്ളിലൂടെ. അതായത് ഈ കരടിയും ലെപ്പോർഡൊക്കെ വരുന്ന സ്ഥലത്തിലൂടെ വേണം കടന്നിട്ട് പോയി ഈ മീൻ പിടിക്കാൻ കേട്ടോ. ഇതാ ഹരി പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ഓൻ പിന്നെ ഈ തറയിലൊക്കെ മീൻ പിടിക്കും. ഓൻ അങ്ങനത്തെ ആളാണ്, കണ്ടില്ലേ? ഓൻ കരടിയാ പിടിക്കും. വെള്ളത്തിൽ ട്രൈ ചെയ്യാതെ ഓൻ ഇവിടെ കടന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കാണ്. ഇങ്ങനത്തെ പിടിച്ചിട്ടിരിക്ക ഇങ്ങനെ അവൻ അതും പിടിക്കും, അതിന്റെ വലുതും പിടിക്കും. ലൊക്കേഷൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഭയങ്കര അഡ്വഞ്ചർ ആയിരിക്കും എന്ന് തോന്നുന്നത്. ഭയങ്കര അഡ്വഞ്ചർ ആയിരിക്കും കേട്ടോ. ട്രെക്കിങ് തുടങ്ങിയതിന് മുമ്പ് ഇവിടെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഒരു പാറേന്റെ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞിട്ട് അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലം എന്നറിയോ ഈ മേട്ടൂർ എന്ന് പറയുന്നത്. എൻ്റെ ബാക്കിൽ വ്യൂ ഒന്ന് നോക്കിയേ, എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. അപ്പം നല്ലൊരു അടിപൊളി വ്യൂവും കണ്ടിട്ട് വീണ്ടും ഇതാ കാട്ടിലൂടെ നമ്മൾ ട്രെക്കിംഗ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. കുറേ ദിവസമായി കാട്ടിലൂടെ നടന്നിട്ട്. പിന്നെ ഇവിടെ വൈൽഡ് ആനിമൽസ് അങ്ങനെ പെട്ടെന്ന് സൈറ്റിംഗ് ആവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവില്ല. പക്ഷേ ബേർഡ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് സ്ഥലം തന്നെയാണെന്ന് ഞാൻ പറയും ഈ മേട്ടൂർ ഡാം. സംഗതി ഞാൻ എത്ര വിചാരിച്ചില്ല കേട്ടോ. ഭയങ്കര കാടാണേ. മയിലിൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അവിടെ ഇവിടെ കേട്ട്. ഈ കാട്ടിലൂടെ ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം അത്ര, നല്ല സ്പോട്ടിൽ പോവുകയുള്ളൂ. അവിടെ നല്ല നല്ല മീനുകൾ കിട്ടുമെന്നാണ് പറഞ്ഞ് പോയി നോക്കാം. സംഗതി ഇത് എനിക്കൊരു പുതിയ ഫീലാണ് കേട്ടോ. കാട്ടിലൂടെ പോയിട്ട് മീൻ പിടിക്കുന്ന പരിപാടി
ഞാൻ പോകുമ്പോൾ ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്, കരടിയോ ലെപ്പോർഡോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്, അല്ല പദ്മാർക്കുണ്ടോ എന്നുള്ളത്. ഈ കാണുന്ന പാറയിൽ ഇതുപോലെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഇവിടെ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ അവർ പറയുന്നത്. ഒരു ദിവസം രാവിലെ ഇവർ 5 മണി 4 മണിയാകുമ്പോൾ ഒക്കെ നീച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാറുണ്ട് അത്ര, ഇതിലൂടെ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നേരത്തെ നന്ന രാവിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാറിൻ്റെ ഇവിടെ വെച്ചിട്ട് അവർ ലെപ്പേർഡ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ പാറിലായിരിക്കും കൂടുതൽ അവർ കിടക്കാറ് ലെപ്പേർഡുകൾ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സൗണ്ട് കേട്ടതുകൊണ്ടാവുന്ന അറിയില്ല. ഇതുണ്ടോ, തൊട്ടടുത്ത് തന്നെ നല്ല ഡാമിൻ്റെ വെള്ളം. എൻ്റെ ഫ്രണ്ടിലൊരു വ്യൂ ഉണ്ട് കേട്ടോ, അത് കാണിച്ചാൽ നിങ്ങൾ ഏതാ സ്പോട്ട് സ്ഥലം പറഞ്ഞോണ്ടാന്ന് പറയും. ഇനി നേരെ നമുക്ക് ഡാമിലോട്ട് ഇറങ്ങാം. കല്ലൊക്കെ കണ്ടില്ല നിങ്ങൾ? ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടേ. ഇപ്പന്മാരിന്നിട്ട് ഇവിടെ പോയി. ഇത് ഏതാ സ്ഥലം ചങ്ങായിമാരെ? ഇതെന്തോ ഗോവേ. ഇത് കണ്ടോ നിങ്ങൾ, ഒരു വര ഇങ്ങനെ പോകുന്ന ഇതിലൂടെ ഒക്കെ ഒരു അത്രയും ദൂരം വെള്ളം ഉണ്ടായിരുന്നു അത്ര. സംഗതി ഇതൊരു ഏതോ പുറനാട്ടിക്ക് വന്നൊരു ഫീല്. എനിക്ക് ഗോവയിൽ കണ്ടൊരു ലൊക്കേഷൻ ഉണ്ട്, ഇതുപോലെ തന്നെയാണ് അതും. അല്ല ലൊക്കേഷൻ അത് കണ്ടോ, അതായത് ഇവിടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കർണാടകയിൽ മഴ പെയ്യണം. കർണാടകയിൽ മഴ പെയ്താലേ ഈ ഡാമിൽ വെള്ളം കൂടുള്ളൂ. അപ്പോൾ നമ്മളുടെ ചെക്കന്മാർ മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, ഈ മേട്ടൂർ ഡാമിൻ്റെ അക്കരെ ഭാഗത്താണ് നമ്മുടെ വീരപ്പൻ്റെ കല്ലറ ഉള്ളത് കേട്ടോ ഫ്രണ്ട്സ്. അതുകൂടെ കുറച്ച് ദൂരം പോകണം, എന്നാൽ അവിടെ കല്ലറ കാണാൻ പറ്റും. ഓൾറെഡി അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ ലെപ്പേർഡും കരടിയൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ടാവും. ഇതുപോലെ പാറകൾ കണ്ടില്ലേ, ഇതുപോലെ പാറിൻ്റെ ഇടുക്കലിൽ വന്നിട്ട് ചെറുതേനികളൊക്കെ കൂടുതലും തേൻ ശേഖരിച്ച് വെക്കാറുണ്ട്. തേനും തേൻകുടകളൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കരടികൾ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് കേട്ടോ പറയുന്നത്. പിന്നെ ഇത് സ്വാഭാവികമായിട്ടും കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റേ ബെല്ലാരിയൊക്കെ പോയിട്ടുണ്ടോ? ബെല്ലാരി ബിയർ സാങ്ച്വറി. അപ്പോൾ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതന്നെ ആയിരിക്കും അവസ്ഥ. ഇതേപോലെ ഈ പാറകളിലായിരിക്കും അവിടെ ആയിരിക്കും കൂടുതലും സൈറ്റിങ്സ് കിട്ടാറ്. 7ഓളം കരടികൾ എനിക്ക് ഒറ്റ ക്ലിപ്പിൽ കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ആ ദൂരത്ത് കറുത്ത പുള്ളി കാണുന്നുണ്ട്, അതാട്ടോ കരടി. ഒന്ന് സൂം ചെയ്ത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കാനുള്ള കാരണം ഈ ലാൻഡ്സ്കേപ്പ് കണ്ടോ, നമ്മൾ ഇത്ര നേരം മേട്ടൂർ ഡാമിൽ ഇരുന്നില്ല, അതുപോലെ തന്നെ കേട്ടോ പാറയും കാടും ഇതുപോലെ തന്നെ ആയിരിക്കും. ഞാൻ ഈ ബെല്ലാരി വന്ന ടൈം ഇത്രയും കൂടി ഒന്ന് ഡ്രൈ സീസൺ ആയിക്കൊണ്ടോ കേട്ടോ ഇങ്ങനെ. ഏതായാലും ഞാൻ കരടീനെ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കരടിക്കൂട്ടന്മാർ എന്താ കാട്ടുന്നറിയോ, ഈ പാറിൻ്റെ അടുക്കുള്ള ചെറിയ ചെറിയ തേൻകൂടുകൾ തേനുകളൊക്കെ അവർ കഴിക്കാൻ വേണ്ടിയിട്ടോ ഈ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രെയിമിൽ തന്നെ 7 കരടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ 1 കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ബാക്കി ഇവിടെ ഇരുന്ന് അഭ്യാസം കാണിച്ചിട്ടും ആ പാറേൻ്റെ അടുക്കൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് 7 ഒപ്പം കാണാത്തത്. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടോ ഇത്രയും കരടികൾ ഒറ്റ സ്ഥലത്ത് വെച്ച് തന്നെ കാണുന്നത്. കാരണം ഇങ്ങനത്തെ ലാൻഡ്സ്കേപ്പ് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ സ്ഥലമാണ് സ്ട്രൈക്ക് ആവുന്നത്. ഏകദേശം അതുപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണെന്നുള്ളത്. എന്നാൽ ഇവിടെ ലെപ്പേർഡും ഉണ്ടോയെന്ന് ചോദിച്ചാൽ യെസ്, ലെപ്പേർഡും ഉണ്ട് കേട്ടോ. അതായത് പുള്ളിപ്പുലികളും ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പോഴോട്ട് ശ്രദ്ധിക്കുന്നത് അവിടെ ഒരുപാട് പേര് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് തോണിയിൽ. അവിടെ കണ്ടോ, അത് തോണിയാണ്, അതിൽ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ.
ചില വീഡിയോസൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ, ചില റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയൻ്റെ ഉള്ളിൽ അവിടുത്തെ ആദിവാസികളൊക്കെ അവിടെ വന്ന് മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ട്രൈബൽസ്. അതുപോലെ തന്നെ ഇവിടെ ഉള്ളൊരു ആദിവാസികളല്ല, പക്ഷെ എന്നാലും ഈ മലയുടെ ചുറ്റിലുള്ള ഗ്രാമങ്ങളിലെ ആളുകളാണ് കേട്ടോ ഈ മീൻ പിടിക്കാൻ വരുന്നത്. എന്നിട്ട് ഇവിടെയുള്ള അങ്ങാടി പോലത്തെ സ്ഥലങ്ങളുണ്ട്, കുറച്ച് ബജാറൊക്കെ കാണുന്ന ആ അങ്ങാടി സ്ഥലങ്ങളിൽ പോയിട്ട് ഈ മീൻ വിൽക്കും. ആ ഒരു സെക്ഷന് പോയി കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് വെറൈറ്റി മീൻ ഫ്രൈയും മീൻ കറിയും ചോറും അങ്ങനെയുള്ള വെറൈറ്റി മീൻ കറികളുള്ള ഒരു സ്ഥലമാണ്. അവിടെ കിട്ടും, ആ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. നോക്കട്ടെ, ഞാൻ ഉച്ചയ്ക്ക് അവിടേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടിന് ഡേ സിക്കാൻ വരുന്ന കൂടെ ശരിയുണ്ടല്ലോ, സിക്കിട്ട് ഇതുവരെക്കും വന്ന് ഇവിടെ പോയിട്ട് ചേച്ചേ, അതായത് മീൻ കുടുങ്ങിട്ടോ ഞങ്ങൾക്ക്. ഇതാണ്ടോ, അപ്പോൾ ആള് കുറേ നേരം, ഞാൻ അപ്പം വണ്ടി ചെന്ന് വന്ന് ഫോൺ എടുത്ത് വീഡിയോ എടുക്കാണ്, കുറേ നേരം ഏറ്റവും കഷ്ടപ്പെട്ട് വലിക്കുന്നുണ്ട്. സാധനം കിട്ടി, മീൻ കിട്ടിയിട്ടോ. പക്ഷെ ഇവിടം വരെ വന്നിട്ട് സാധനം ഊരിപ്പോയി, പാവട്ടോ. അത് ഊരിപ്പോയപ്പോൾ ഒരു ബേഡ് പറഞ്ഞിൻ്റെ മോനെ. ഞാൻ ആദ്യമായിട്ടാടോ ഹരി ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാണുന്നത്. ഹരി മണ എവിടെ ഇരിക്ക്. ഇപ്പൊ എനിക്ക് കിട്ടും 2 ചീത്ത. കണ്ട കാഴ്ചയാണിത്. എത്ര കാലം ബട്ടർഫ്ലൈസ് നോക്കി, ഒരുപാടുണ്ട് കേട്ടോ, ഫ്രെയിമിൽ കൊള്ളുന്നില്ല. ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് ബട്ടർഫ്ലൈസ്, എല്ലാം വാങ്ങിണ്ടേ. ഞാനും ഹരിയും കൂടെ അപ്പുറത്തെ ഭാഗത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ നമ്മുടെ കൂടെ വന്ന ഏട്ടന്മാർ ഇതാ ഓൾറെഡി ഒരു മീൻ പൊടിച്ചിട്ടാവും. വാളമീൻ എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് കുറെ നേരം ട്രൈ ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഏട്ടന്മാർക്ക് കിട്ടിട്ടോ. നല്ല വലുപ്പമുള്ള മീൻ തന്നെയാണ്. അതൊന്ന് ജസ്റ്റ് എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എത്ര വലുപ്പമുള്ള മീനാണെന്ന്. ഓ, നല്ല ഫ്രഷ് മീനട്ടോ കിട്ടി. டே விழுந்துருமா? அது கிரிப்பிங்கா? அடியாரு சூப்பர். இது எவ்வளோ கிலோ இருக்கும் நீ இப்போ பிடிச்சிருக்கிறது? 1 கிலோ வரும். அரி பிடிச்சிட்டா மீன் ஒரு வழியா. கையில் பிடிச்சிட்டு இருக்கே, அதை சொல்கிறேன். ஐயோ பாரு, இப்படித்தான் இருந்துச்சு அப்போ நம்ம மிஸ் ஆனது. 1 കിലോ വെയിറ്റ് വരുന്ന മീനാണ് കേട്ടത്. എൻ്റെ അമ്മോ, ഉണ്ടോ ഫൈനലി പിരിച്ചിട്ട് കിട്ടിട്ടോ. കിട്ടി. ഓ அவசரப்படாது, அவருக்கு இசத்துற மாதிரி இசத்தனா தான் அது இல்லை. நான் உஷாராயிட்டேன், ஆனா ஸ்ட்ரைக்கு செம்மையா இருக்குதுடா. டே எப்படி ஸ்ட்ரைக்கு? ஓ யப்பா, மீன் அப்படியே அது grip இருக்கு. ലൈവ് ആയിട്ട് ഇപ്പോ തന്നെ കിട്ടിയിട്ടേ. ഇതൊക്കെ டேய் காமி, சரி பாருங்க, அண்ணன் ஒரு மீன் அடிச்சிருக்காரு பாருங்க. ஒரு അവിടെ இங்க காட்டுங்கண்ணா, இங்க வந்து அடிக்குது பாரு. நீங்க திட்டினீங்களா, அந்த மீனா தான் இருக்கும்னு நினைக்கிறேன். கோவத்துல வந்து மாட்டிக்கினா. அப்படியா? സൂപ്പർ. കണ്ട ഇത് ഇപ്പൊ കിട്ടിയതാ കേട്ടോ. എന്തോ ഇല്ല, ഇത് 2 കിലോ ഉണ്ടാവുന്ന കേട്ടോ പറയുന്നത്. ഇത് എവിടെ ഇറക്കും വെയിറ്റ്? ഇത് 2 കിലോ വന്നിരും. ഇതുണ്ടോ നല്ല വലുപ്പുണ്ട്. തൂക്കാരി മേലെ ഡേ വിട്ടാതടാ. അതാ വിട്ട തണ്ണിയിൽ ഒരു കുതിതാ. വീണ്ടും ഒരു മീനെ കിട്ടിട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 കിലോൻ്റെ അടുത്ത് ഇത് അവിടെ പിടിച്ചോണ്ടിരിക്കുകയാണ്. 10 കിലോൻ്റെ അടുത്ത് മീനുകൾ കിട്ടിയേ. രാവിലെ 6 മണിക്ക് തുടങ്ങിയ മീൻപിടുത്തം ഉച്ചയ്ക്ക് ഒരു 12-1 മണി ആകുമ്പോഴേക്കും ഏകദേശം ഒരു 10 കിലോ വെയിറ്റ് വരുന്ന മീനുകൾ നമുക്ക് കിട്ടി. പക്ഷേ ഇനി നമുക്ക് നേരെ പോവാട്ടോ ഈ കാട്ടിൽ നിന്ന്. സംഗതി ഉച്ച നേരം ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷ പോലെ കരടിയോ ലെപ്പോടോ ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ മീനുകൾ മാത്രം പിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇനി പോവാട്ടോ. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും സൈറ്റിങ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ ഇതുവരെ ആരും എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഭയങ്കര രസമാണ് അത് കാണാൻ. സോ വൈൽഡ് ആനിമൽസിൻ്റെ ആക്ടിവിറ്റീസ് പോലും അല്ലാതെ കാണുന്നില്ല. സോ അതുകൊണ്ടാണ് വല്ലാതെ കൂടുതൽ നേരം നിന്നില്ല. അപ്പോൾ രാവിലെ എത്ര മണിക്കിടാ വന്നോ? 5-6 മണിക്കെല്ലാം ഉണ്ടല്ലേ? 6 മണിക്ക് 6 ടൈമിൽ ഇവിടെ എത്തിയതാണ്. ഇപ്പോൾ സമയം 12 മണിയാവാനായി. എന്നാലും
സൈറ്റിങ്സ് ഒന്നും അല്ലാതെ ഇല്ല, അതുകൊണ്ട് പോവാണ്. ഇതേ സ്ട്രക്ചറിൽ നമ്മുടെ ബെല്ലാരിയിൽ കുറച്ച് കരടി വീഡിയോസ് ഉണ്ടായിരുന്നു, അത് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. എടാ പിടിച്ച മീൻ എവിടെ നിന്ന് ചോദിച്ചാൽ അത് അവരുടെ തന്നെ കൊടുത്തു. അപ്പോൾ ഏതായാലും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ.